വലിയവനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. നാം ദൈവിക സാന്നിധ്യത്തിലാണ് ഇരിക്കുന്നത്. ആ ബോധത്തിൽ ആത്മീയ ശുശ്രൂഷയാണെന്നുള്ള ബോധത്തിൽ ഇരിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ഇവിടുത്തെ മുറ്റത്തെ കൺവെൻഷൻ നടക്കുന്നത് YMF തൃശ്ശൂർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിലും നടത്തറ ബ്രദറൻ സഭയുടെ സഹകരണത്തിലുമാണ്. ഇവിടെ നടക്കുന്ന മീറ്റിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം എന്നുള്ളത് ദേശത്തോട് സുവിശേഷം അറിയിക്കണം. വലിയനായ ദൈവത്തിൻ്റെ കൽപ്പനയാണ് സകല ജാതിയോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. വാസ്തവമായിട്ടുള്ള സുവിശേഷം മാത്രമായിരിക്കും ഇവിടെ അറിയിക്കുക. ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന സ്വാഗതം ചെയ്യുവാനായിട്ട് YMF തൃശ്ശൂർ യൂണിറ്റിൻ്റെ സെക്രട്ടറിയായ സഹോദരൻ PA ഡേവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ എന്നെ ഏൽപ്പിച്ച ആ ദൗത്യത്തിലേക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിവിടെ കടന്നു വന്ന ഈ മുറ്റത്തെ കൺവെൻഷന് കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും YMFിൻ്റെ പേരിലും നടത്തറ സഭയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് വചനം സംസാരിക്കുന്ന ദാസൻ സ്റ്റാൻലി മാറ്റ് സഹോദരനെയും സ്വാഗതം ചെയ്യുന്നു. ഈ അയൽവാസികളെയും ഓർത്ത് ഞങ്ങൾ അവരെയും സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ഒരിക്കലൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ അസുഖം വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഈ മീറ്റിങ്ങിൻ്റെ ആദ്യത്തെ ഭാഗം ഗാന ശുശ്രൂഷകളാണ്. നമ്മുടെ കർണത്തിന് ആശ്വാസം പകരുന്ന, ഇമ്പം നൽകുന്ന ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ തയ്യാറായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലെ ദൈവവചന ശബ്ദം കേൾക്കുവാനായിട്ട് ഇത്രയും പേരെ കൂട്ടിവരുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നേരത്തെ കേട്ടതുപോലെ ഗാനാലാപനം മനുഷ്യ ഹൃദയങ്ങളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. ഏത് ഒരു മനുഷ്യനും ഉറച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്നുള്ളത് ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു മനുഷ്യനും മരിക്കും എന്നുള്ളതാണ്. എന്നാൽ തൻ്റെ മരണസമയം ഒരു മനുഷ്യനെ അറിയാൻ കഴിയാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വലിയ കരുണ എന്നുള്ളത്. ആ മരണസമയം അറിഞ്ഞാൽ മനുഷ്യന് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് കഴിയില്ല. മനുഷ്യൻ്റെ മരണഭയം നീക്കിയത്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിയ ഒരു നാഥനുണ്ട്. ആ നാഥനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു തൻ്റെ മരണത്താൽ മരണത്തിനപ്പുറമുള്ള ഒരു നിത്യജീവൻ മനുഷ്യനെ പ്രദാനം ചെയ്തു. ആ നിത്യജീവൻ മനുഷ്യന് ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടെ പ്രാപിച്ചവർക്ക് മരണഭീതിയില്ലാതെ ജീവിക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് പാടുന്നത്: ഇതുപോൽ സ്വജീവൻ തന്ന ഒരു ആത്മനാഥൻ. യേശുക്രിസ്തുവിനെ പ്രകീർത്തിക്കുന്ന ഈ മനോഹരമായ ഗാനത്തിന് ശബ്ദം നൽകുന്നു ആൻ ജിംസൺ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ.
മനുഷ്യ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അനേക സുഹൃത്തുക്കൾ, അനേക ബന്ധുക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെ താങ്ങുന്ന, സഹായിക്കുന്ന അനേക ആളുകളെയൊക്കെ കാണുവാനായിട്ട് സാധിക്കും. എത്രയെല്ലാം ബന്ധുജനങ്ങളും മിത്രങ്ങളും ഉണ്ടായാലും മനുഷ്യ ജീവിതത്തിലെ ശോകത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അവസ്ഥകൾ കടന്നു വരും. ഈ സമയം മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ദൈവ സ്നേഹമാണ്, ദൈവത്തിൻ്റെ ഇടപെടലാണ്. ശോക അന്ധകാരങ്ങളിൽ, രാത്രിയിൽ അല്ലെങ്കിൽ അന്ധകാര നിമിഷമായ സമയങ്ങളിൽ മനുഷ്യൻ ആകുലപ്പെട്ട് ചിന്തിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളത്തെ തണുപ്പിക്കുവാനായിട്ട് ഒരു ദൈവമുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവി അലങ്കരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് വളരെയധികം എടുത്ത് പറയുവാനായിട്ട് കഴിയും. എൻ യേശുവേ, എൻ ജീവനെ, എൻ ആശ നീ മാത്രമാമെന്ന മനോഹരമായ ഗാനത്തിന് ശബ്ദം നൽകുന്നു മോണിക്ക.
വളരെ മനോഹരമായി മകള് പാടി. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. തിരുവെഴുത്തുക്കൾ വായിക്കുന്ന ഓരോ വ്യക്തിക്കും അറിയുന്ന ഒരു വേദഭാഗമാണ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. വളരെ സുപരിചിതമായ മറ്റൊരു വാക്യമുണ്ട്, യേശു ക്രിസ്തു വഴിയും സത്യവും ജീവനും ആകുന്നു. ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അവൻ്റെ ശരീരത്തിൻ്റെ അവൻ്റെ കാഴ്ചയിൽ കാണുന്ന കാഴ്ചകളെ ആഗ്രഹിച്ച് തൻ്റെ ജഡത്തിൻ്റെ മോഹം നിവർത്തിച്ച് മിഥ്യാധാരണയിൽ ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ മനുഷ്യൻ പാപിയാണ് എന്നും പാപിയായ മനുഷ്യന് നിത്യമായ ഒരു നരകമുണ്ട് എന്നും മനസ്സിലാക്കുകയും യേശു ക്രിസ്തുവാണ് ആ നരകത്തിൽ പോകാതെ മനുഷ്യന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതെന്നും
യേശു വഴിയും സത്യവും ജീവനുമാണ് എന്നുള്ള ആ തിരുവെഴുത്തുകൾ മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിക്കും സന്തോഷത്തോടെ പറയുവാനായിട്ട് കഴിയും, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ഇവിടെ പത്യവചനം മൂലം മിഥ്യാബോധമകറ്റി സത്യമാർഗത്തിലൂടെ നിത്യം നടത്തിടുന്ന ഒരു നാഥനെ പ്രകീർത്തിക്കുന്ന, ഒരു രക്ഷകനെ പ്രകീർത്തിക്കുന്ന മനോഹരമായ ഒരു ഗാനം, മൽപ്രാണ നായകനെ എന്ന് തുടങ്ങുന്ന ഈ മനോഹരമായ ഗാനത്തിന് ശബ്ദം നൽകുന്നു അലൻ ജെയ്സൺ. പാടും കൃപയെ കൊണ്ടാടുമാ
പാടും വീണയിൽ പ്രാണനാദനോത്തമഗീതം പാടും വീണയിൽ പ്രാണനാദനോത്തമഗീതം വൽപ്രാണനായകനേ മാതൃഭാസിംഗോ വൽപ്രാണനായകനേ. പാട്ടുകൾ പാടി കഴിയുമ്പോൾ നല്ലൊരു കയ്യടി കൊടുത്താൽ അത് എല്ലാവർക്കും വളരെ പ്രോത്സാഹനമാണ്. യേശുക്രിസ്തുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യേശുക്രിസ്തുവിനെ അറിഞ്ഞ യേശുക്രിസ്തുവിൻ്റെ മക്കളായി തീർന്ന ഓരോ വ്യക്തിക്കും തൻ്റെ ജീവിതത്തിലെ വലിയ സന്തോഷം അത് പ്രകീർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ പറയും, ലോകം എനിക്ക് വേണ്ട, ലോകത്തിൻ്റെ ഇമ്പം എനിക്ക് വേണ്ട. ലോകം നൽകുന്ന സമാധാനത്തിന് അല്പ ആയുസ് മാത്രമാണുള്ളത്. എന്നാൽ യേശുക്രിസ്തു നൽകുന്ന സമാധാനം നിത്യജീവനാണ്. എക്കാലത്തും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ വാസം ചെയ്യുന്ന ആ കാലം മുഴുവൻ ആ വലിയ സമാധാനത്തിൻ്റെ അനുഭൂതി കടന്നു വരുവാനായിട്ട് കാരണമായി തീരുന്നു. അത് മനസ്സിലാക്കുന്ന വ്യക്തി ഇങ്ങനെ പറയും, ലോകം എനിക്ക് വേണ്ട, ലോകത്തിൻ്റെ ഇമ്പം വേണ്ട എന്ന്. ഈ അർത്ഥം വരുന്ന ഒരു മനോഹരമായ ഒരു പഴയ ഗാനത്തിന് ശബ്ദം നൽകുന്നു ഗ്രാറ്റിയ പോൾ.
മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമ്പത്ത് എന്നുള്ളത്. നമ്മൾ ആരംഭിക്കുന്ന പഠനം, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സമ്പത്ത് വർദ്ധിക്കണം, നമ്മുടെ ജീവിതം ഒന്ന് ശരിയായി വരണം എന്ന ആഗ്രഹത്തോടു കൂടെയാണ്. എന്നാൽ പലരും ഇതിൻ്റെ വഴിയെ പോയി പരാജയപ്പെട്ട് അത് ലഭിക്കാതെ ആത്മഹത്യ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ചെന്ന് വീഴുന്നതും വലിയ കടക്കെണികളിലെല്ലാം ചെന്ന് വീഴുകയും തിരികെ രക്ഷപ്പെട്ടു വരാൻ കഴിയാതെ അലയുന്നതുമെല്ലാം ഇന്നിൻ്റെ കാഴ്ചയാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ അറിയുകയും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ പറയും, എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം എൻ സമ്പത്താകുന്നു. അത് ഉറപ്പിച്ച് പറയുവാനായിട്ട് കഴിയുന്നത് യേശുക്രിസ്തു ഉള്ളിൽ വസിക്കുമ്പോഴാണ്. ഈ അർത്ഥം വരുന്നൊരു മനോഹരമായ ഈ ഗാനത്തിന് ശബ്ദം നൽകുന്നത് സാന്ദ്ര സണ്ണി.
പാട്ട് ജാക്സനാണ് പാടുന്നത്. ഇതുവരെ പാടിയതെല്ലാം മക്കളാണ്. ഇപ്പോൾ കർത്തൃവേലയിൽ കുടിസവാരനായിരിക്കുന്ന ജാക്സൺ വരാക്കര മുന്നോട്ട് കടന്നു വന്ന് എൻ സ്നേഹവാനായ താത എന്ന ഒരു ഗാനം, ആ ഗാനത്തിന് പ്രിയപ്പെട്ടവന് ഇപ്പോൾ ശബ്ദം നൽകും. ഇതുവരെയും വളരെ ആസ്വദിച്ച് കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇതിനുശേഷം എല്ലാവരും ചേർന്ന് കൈയടിച്ചൊരു പാട്ട് പാടി നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. സ്നേഹവാനായ നാഥ, വാക്കു കേൾക്കാതെ ഒരു നാൾ ഈ നിന്റെ ഭവനത്തിൽ പോയി ധൂർത്തനായി ഞാൻ ദൂരെ. എൻ സ്നേഹവാനായ നാഥ, നിൻ വാക്കു കേൾക്കാതെ ഒരു നാൾ ഈ നിന്റെ ഭവനത്തിൽ പോയി ധൂർത്തനായി ഞാൻ ദൂരെ. എൻ സ്നേഹവാനായ നാഥ, ൗദാര്യനിധി നീ എൻ കയ്യിൽ തന്നോരു സമ്പത്തു മുഴുവൻ, അരുതാത്ത വഴികളിൽ നടന്നു അവിവേകിയായി ഞാൻ കളഞ്ഞു. പശിമൂത്തു പന്നികൾ തിന്നും തവിടിന്റെ പൊടിയും കൊതിച്ചു. ദാസർക്കൻ തറവാട്ടിലേറും ആ ഭാഗ്യമോർത്തു തപിച്ചു. എൻ സ്നേഹവാനായ താത, നിൻ വാക്കു കേൾക്കാതെ ഒരു നാൾ ഈ നിന്റെ ഭവനത്തിൽ പോയി ദൂതനായി ഞാൻ ദൂരെ. എൻ സ്നേഹവാനായ താത,
ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്താരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോടും കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോടും കൂടെ വാഴുമേ. യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ഇനി സൂര്യശോഭയാൽ എല്ലാ ലീലകൾ മാറിടും. നീതിലുമ നീതിലുമ ഇല്ല ലേശവും. നീതി സൂര്യശോഭയാൽ എല്ലാ ലീലകൾ മാറിടും. നീതിയുമ നീതിയുമ ഇല്ല ലേശവും. സന്തോഷ ശോഭനാം ആ നല്ല നാളുകൾ ലോകം മരിച്ചിടും കർത്താവിൻ നാളുകൾ. സന്തോഷ ശോഭനാം ആ നല്ല നാളുകൾ ലോകം മരിച്ചിടും കർത്താവിൻ നാളുകൾ. രോഗം രോഗം യുദ്ധം യുദ്ധം ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. രോഗം രോഗം യുദ്ധം യുദ്ധം ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളോ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടോ. ദുഃഖം നടുവെപ്പോ സർവ്വവും ചേർന്നിടോ. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടോ. ദുഃഖം നടുവെപ്പോ സർവ്വവും ചേർന്നിടോ. നിത്യ നിത്യ സന്തോഷം വഹിച്ചാവ നിത്യതയ്ക്കുള്ളിൽ മറയും തീരുകാലമോ. നിത്യ നിത്യ സന്തോഷം വഹിച്ചാവ നിത്യതയ്ക്കുള്ളിൽ മറയും തീരുകാലമോ. യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ദൈവനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെയും വളരെ മനോഹരമായ ഗാനങ്ങൾ കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. നാം ഇനി അല്പസമയം വചനത്തിൻ്റെ കീഴിലിരിക്കുവാനായിട്ട് പോവുകയാണ്. സുവിശേഷം എന്നുള്ളത് സർവ്വലോകത്തിനുണ്ടാകുന്നുള്ള ഒരു മഹാസന്തോഷമാണ്. ആ വചനമാണ് ഇവിടെ അറിയിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് പ്രാർത്ഥനയോട് കൂടിയിരിക്കാം. അതിനു മുമ്പായിട്ട് വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി സഹോദരൻ സാമുവൽ തമ്പി സഹോദരൻ മുന്നോട്ട് കടന്നു വന്ന് താൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം സ്റ്റാൻലി സഹോദരൻ വചനം നമ്മോട് അറിയിക്കുന്നതായിരിക്കും. ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയ സഹോദരങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് സ്വർഗത്തിലേക്ക് നോക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ക്രിസ്തുവിൻ്റെ സന്ധ്യാസമയത്തിന് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു പകൽക്കാലം ഞങ്ങൾ വിവിധങ്ങളായ ആരാധനാലയങ്ങളിൽ നിന്നെ ഓർക്കുവാനും ആത്മീയമായ അനേക ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനൊക്കെ ഞങ്ങളെ നീ സഹായിച്ചു. ഇപ്പോൾ ഈ സ്നേഹഭവനത്തിൻ്റെ തണലിൽ ഞങ്ങളായിരുന്നു കൊണ്ട് ദൈവദിനം ശ്രദ്ധിപ്പാൻ നീ ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഈ ഭാഗത്തുള്ള ഈ പ്രദേശത്തുള്ള ദേശവാസികളോട് സുവിശേഷം വിളിച്ചറിയിപ്പാനായിട്ട് ഇങ്ങനെ ഒരു അവസരം നൽകി അത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. YMF തൃശ്ശൂർ യൂണിറ്റിനും ഈ ഭവനത്തിനുമൊക്കെ ആ നിലയിൽ നീ കൊടുത്ത കാഴ്ചപ്പാടിന് വേണ്ടി സഭയായും നർത്തൃസഭയ്ക്കും അങ്ങനെയൊരു കാഴ്ചപ്പാട് നീ കൊടുത്തു ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ ദൈവദിനത്തിനും ദൈവദിനത്തിൻ്റെ പ്രത്യാശയ്ക്ക് കൂടുതൽ അനുഗ്രഹമായി തീരുന്നതിനും കർത്താവിനെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മനംതിരിവിനും കാരണമാക്കി തീർക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ ദൈവദാസങ്ങൾ കൂടെ കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ശുശ്രൂഷകൾ ചെയ്യുവാൻ പ്രിയപ്പെട്ടവനെ നീ സഹായിക്കണമേ കർത്താവേ. എല്ലാം ഭദ്രമായും ചന്തമായും നടക്കണം. തുടർന്ന് ഈ ഇതിനുള്ള മൈക്ക്, ലൈറ്റ് തുടർന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളും അനുഗ്രഹമായ രീതിയിൽ ഭംഗിയായ നിലയിൽ തന്നെ നടക്കുവാൻ സഹായിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു കർത്താവായ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. അതിവന്യനായ ക്രിസ്തുയേശുവിൻ്റെ അനുഗ്രഹീതമായ നാമം ഈ സന്ധ്യയിലും സ്തുതിക്കപ്പെടുമാറാകട്ടെ. സുനിശ്ചിതമായും ദൈവകൃപയുടെ അളവറ്റ വലിപ്പം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് അതേ ദൈവകൃപയുടെ ബൃഹത്തായ ശീതളഛായയിൽ പരമാവധി ഒതുങ്ങി നിന്ന് ഈ ശുശ്രൂഷ നിവർത്തിക്കുന്നതാണ് കരണീയം എന്ന് എൻ്റെ മനസാക്ഷി എന്നെ ബോധ്യപ്പെടുത്തുന്നു. അത് ആശ്രയബോധത്തോടുകൂടെയുള്ള എൻ്റെ എളിയ ഒരു പ്രാർത്ഥനയാണ്. YMEF നോർത്ത് ഡിവിഷൻ തൃശ്ശൂർ യൂണിറ്റിൻ്റെ അതുപോലെ തന്നെ നടത്തറ ബ്രദറിൻ അസംബ്ലിയും സംയുക്തമായി സഹകരിച്ച് ഈ വാത്സല്യ ഭവനത്തിൻ്റെ അങ്കണത്തിൽ സുവിശേഷത്തിന് ഒരു വാതിൽ തുറക്കുവാൻ സർവകൃപാലുവായ ദൈവം ദത്തം ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ചിരപരിചിതരായ ചില ആളുകൾ, ചില സഹോദരങ്ങൾ ഇവിടെയുണ്ട്. ഞാനത് സന്തോഷത്തോടുകൂടെ ഓർക്കുകയാണ്. എൻ്റെ വാത്സല്യ ജ്യേഷ്ഠ സഹോദരൻ കർത്താവിൻ്റെ ദാസൻ മോൻസൺ ഐസക്, കർത്താവിൻ്റെ ദാസൻ ജാക്സൺ വരാക്കര, പ്രിയ സണ്ണിച്ചായൻ, ബേവിച്ചായൻ, അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്നെ വളരെ ധൈര്യപ്പെടുത്തുകയും വളരെ സന്തോഷം നൽകുകയും ചെയ്യുന്നു. ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സഹജമായ മറവി ഒന്നുകൊണ്ട് മാത്രമാണ്. ദയവായി ക്ഷമിക്കുമല്ലോ. വചന ശുശ്രൂഷയ്ക്കായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം മുഖവുരകൾ അധികം പറഞ്ഞ് അപഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് കുടുംബമായി ഞങ്ങൾക്ക് ഇവിടെ വന്ന് സംബന്ധിക്കുവാൻ സാധിച്ചതിലും വളരെ സന്തോഷം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഇന്നത്തെ വേദവിചിന്തനത്തിന് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കുന്നതിന് മുമ്പ് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഈ വീടിൻ്റെ അയൽപക്കങ്ങളിലൊക്കെയുള്ള മാന്യ സ്നേഹിതരെ കുറിച്ച് ഒരു വാക്ക് പറയുന്നത് അതിനെനിക്ക് വലിയ സന്തോഷമുണ്ട്. കവിവാക്യം പോലെ പാരം കരിമ്പ് പനസം മുളകേലമിഞ്ചി കേരം കവുങ്ങ് തളിർ വെറ്റില ഏത്തവാഴ ഈ രമ്യ വസ്തുതതി ചേർന്നു വിളങ്ങുമീ നൽ പാരഗ്ര കൽപ്പതരു മണ്ഡിത നന്ദനാഭം ഓരോ വിദേശമരും വണികീശ്വരത്ര പേരോ കടന്നിവിടെയുള്ള ധനം കവർന്നും ആരോമലാമതിന് മൃദുത്വമാകാം സാരല്യമെന്ന സുകുമാര ഗുണത്തിനൊപ്പം എന്ന് കേരള ഭൂമികയെക്കുറിച്ച് കവി പാടിയിട്ടുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക നഗരിയുടെ ഈ പ്രാന്തപ്രദേശത്തുള്ള വീടുകളൊക്കെ തമ്മിൽ എത്രയോ ഹൃദ്യമായ ബന്ധമാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടെ ഈ വീടിൻ്റെ അയൽപക്കങ്ങളിലുള്ള ബഹുമാനപ്പെട്ട കുടപ്പിറപ്പുകളൊക്കെ വന്ന് ഇവിടെ ശാന്തരായി ഇരുന്ന് ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾ നിങ്ങളെ ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു. ദൈവം ധാരാളമായിട്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രഥമത ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ വേദവിചിന്തനത്തിന് ആധാരമായി ഒരു സുപരിചിതമായ വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഞാൻ ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഈ വായിച്ചു കേട്ട വാക്യത്തിൽ നിന്ന് 2 അതിപ്രധാനമായ വാക്കുകൾ അടർത്തിയെടുത്ത്
മനുഷ്യൻ വളരെ ആവശ്യം കേട്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാതലായ ഒരു സത്യം നിങ്ങളോട് പറഞ്ഞ് എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വിരാമം കുറിക്കും. ഈ വായിച്ചു കേട്ട വാക്യത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന 2 പദങ്ങളാണ് മരണവും നിത്യജീവനും. മരണം പാപത്തിൻ്റെ ശമ്പളമായും നിത്യജീവൻ കൃപയാൽ ക്രിസ്തുവേശു മുഖാന്തരം നൽകിയതായിട്ടും ഈ വാക്യത്തിൽ പറയുകയാണ്. ഇന്നത്തെ എൻ്റെ ഈ സന്ദേശത്തിൻ്റെ പ്രമേയം മരണവും നിത്യജീവനും എന്നുള്ളതാണ്. മൈതാന വിസ്തൃതിയുള്ള ആകാശ വിശാലതയുള്ള നിങ്ങളുടെ ശ്രദ്ധയെ ഈ പ്രമേയത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. മരണവും നിത്യജീവനും. മരണമെന്ന 3 അക്ഷരത്തെ പരിചയമില്ലാത്ത ആരും ഇവിടെ ഇരിക്കുന്നില്ല. മനുഷ്യനായി ജനിച്ചാൽ എന്നെങ്കിലുമൊക്കെ മരിക്കേണ്ടതായിട്ട് വരും, അത് ഉറപ്പാണ്. മരണത്തെക്കുറിച്ച് ധാരാളം വാചാലമായി പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ തിരുവെഴുത്ത് എന്ന പേരിൽ പരക്കെ അറിയപ്പെടുന്ന ബൈബിളിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ച ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപത്തിൻ്റെ ശമ്പളമായിട്ടാണ് മരണത്തെ വിവക്ഷിക്കുക. പാപത്തിൻ്റെ ശമ്പളം എന്ന് പറയുമ്പോൾ പാപം ചെയ്ത ആൾക്ക് ജീവിതത്തിൻ്റെ ഒടുവിൽ കൊടുക്കുന്ന ശമ്പളമായിട്ടല്ല മരണത്തെ ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. പിന്നെയോ പാപി അല്ലെങ്കിൽ പാപം ചെയ്യുന്നയാൾ സുനിശ്ചിതമായും മരിക്കേണ്ടി വരും എന്നുള്ളതാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അപ്പോൾ ന്യായമായൊരു ചോദ്യം, ആരാണ് ഈ പാപി? ആരാ ഇവിടെ പാപികളുള്ളത്? ചില ആളുകൾ പറയും, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു എറുമ്പിനെ പോലും നോവിക്കാത്തയാളാണ്. അല്ലെങ്കിൽ മറ്റു ചിലരെക്കുറിച്ചും നമ്മൾ പറയാറുണ്ട്, ഒരു സാധുവായ മനുഷ്യനാണ്. അങ്ങനെയുള്ളവരെയൊക്കെ പാപി എന്ന് വിളിക്കാൻ പാടുണ്ടോ? വാസ്തവത്തിൽ ആരാണ് പാപി? ആ ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പാപം, പാപി ഈ വാക്കുകളുടെ മുൻപാകെ ഒരു നിമിഷം നിന്ന് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്തവർ ഇപ്പോൾ നിങ്ങൾക്കതിനുള്ള അവസരമാണ്. ആരാണ് വാസ്തവത്തിൽ പാപി? അല്ലെങ്കിൽ ആരെയാണ് പാപി എന്ന് വിളിക്കാൻ സാധിക്കുക? അത്യന്താധുനിക യുഗത്തിൽ ജീവിക്കുന്ന ഈ മനുഷ്യരെ എങ്ങനെയാണ് നേരെ മുഖത്ത് നോക്കി പാപി എന്ന് വിളിക്കാൻ സാധിക്കുക? അങ്ങനെയൊന്നുണ്ടോ എന്ന് ന്യായമായും എൻ്റെ ശ്രോതാക്കളിൽ ചിലരെങ്കിലും അവരുടെ മനോമുഖരത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാകാം. എന്നാൽ വാസ്തവത്തിൽ എന്താണ് ഈ പാപം? പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിൽ പാപം ചെയ്യുന്നയാളാണല്ലോ മരിക്കേണ്ടത്. ആരാണ് പാപം ചെയ്യുന്ന ആളുകൾ? അല്ലെങ്കിൽ പാപിയായി തീർന്ന ആളുകൾ ആരാണ് എന്നുള്ളത് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തിയോളം പഴക്കമുണ്ട് മനുഷ്യൻ്റെ പാപാവസ്ഥയ്ക്ക്. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഇനി മനുഷ്യനെ സൃഷ്ടിച്ചത് എവിടെയാണ്? വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്, ദേ അങ്ങ് കിഴക്ക് ഏദൻ എന്നൊരു തോട്ടം ഉണ്ടായിരുന്നു. അവിടെ പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത് തുടങ്ങിയ നദികൾ ഒഴുകി ഫലഭൂഷ്ടമായ ഒരു തോട്ടം. അവിടെ ഫലവൃക്ഷങ്ങളുണ്ട്, പാറി നടക്കുന്ന പൂമ്പാറ്റകളുണ്ട്, മൃഗങ്ങളുണ്ട്. അവിടെ വിവിധങ്ങളായ രുചികളിലുള്ള, രുചിഭേദങ്ങളിലുള്ള ഫലങ്ങൾ ഉണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം അവിടെയാക്കുകയാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ തൻ്റെ കരാങ്കുലി കൊണ്ട് സൃഷ്ടിച്ച് അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ ജീവവായു ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അവന് തക്ക തുണയായി ഒരു സ്ത്രീയെയും നൽകി അവനെ ഏദൻ തോട്ടത്തിൽ ദൈവം ആക്കി വയ്ക്കുകയാണ്. എന്നിട്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഈ തോട്ടത്തിലുള്ള എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാം, എല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. പക്ഷേ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്. തിന്നുന്ന നാളിൽ നിങ്ങൾ
മരിക്കും. മനുഷ്യൻ ദൈവത്തിൻ്റെ ഈ കൽപ്പന സാഗൂതം ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ മടിച്ചു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ ആ തോട്ടത്തിൽ വന്നത്. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് മനുഷ്യനോടൊരു ചോദ്യം, അല്ല, വാസ്തവത്തിൽ ഇത് തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വാസ്തവത്തിൽ? 1-2 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഹവ്വ പറഞ്ഞു, തൊടുക പോലും അരുത്. ദൈവം അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഹവ്വ കയ്യിൽ നിന്നൊരു പോയിന്റ് ഇട്ടതാണ്. ദൈവം അത് തിന്നരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹവ്വ പറഞ്ഞു തൊടുക പോലും അരുത്. ഉടനെ പിശാച് ഒരു പോയിന്റ് കൂടെ കയറ്റി പറഞ്ഞു. എന്താണ്? ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഹവ്വ അത് കേട്ട പാതി കേൾക്കാത്ത പാതി പറിച്ചു എന്ന് മാത്രമല്ല, തിന്നുകയും അവളുടെ ഭർത്താവായ ആദമിന് കൊടുക്കുകയും ചെയ്തു. ഇതിനെന്താ കുഴപ്പം? പഴം തിന്നതല്ല ഇവിടുത്തെ വലിയ കാര്യം. ദൈവം അരുത് എന്ന് പറഞ്ഞത് ചെയ്തു. അത് മാത്രമല്ല കാര്യം, പിശാച് ചെയ്യാൻ പറഞ്ഞത് ചെയ്തു. ദൈവം അരുത് എന്ന് പറഞ്ഞത് ചെയ്തു, പിശാച് ചെയ്യാൻ പറഞ്ഞത് ചെയ്തു. ദൈവത്തെ അനുസരിച്ചില്ല, പിശാച് പറഞ്ഞത് അനുസരിച്ചു. ദൈവം തിന്നരുത് എന്ന് പറഞ്ഞത് മനുഷ്യൻ വിശ്വസിച്ചില്ല, തിന്നാൽ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞത് മനുഷ്യൻ വിശ്വസിച്ചു. അപ്പോൾ എന്താണ് പാപം? ദൈവത്തെ അനുസരിക്കാത്തതും ദൈവത്തെ അവിശ്വസിച്ചിട്ട് പിശാചിനെ വിശ്വസിച്ചതുമാണ് മാനവകുലത്തിൽ പാപത്തിന്റെ പ്രവേശനം ഉണ്ടാകാനായിട്ട് ഇടയായത്. ദൈവത്തെ അവിശ്വസിച്ച് പിശാചിനെ വിശ്വസിച്ച മനുഷ്യൻ പാപിയായി. അതിനെന്താ കുഴപ്പം? ആദമും ഹവ്വയും ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു. ദൈവത്തെ അവിശ്വസിച്ച് പിശാചിനെ വിശ്വസിച്ച് പാപിയായതിന് ഈ 2025 ജീവിക്കുന്ന ഞാൻ എന്തു പിഴച്ചു? ഞാൻ ഈ ഡി അഡിക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. 100 കണക്കിന് ആളുകളെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ കാണാറുണ്ട്, കൗൺസിൽ ചെയ്യാറുണ്ട്. ശിഥിലമായി പോയ ഒരുപാട് കുടുംബങ്ങളെ എൻ്റെ കയ്യിൽ കിട്ടാറുണ്ട്, വ്യക്തി ജീവിതങ്ങളെ ലഭിക്കാറുണ്ട്. അവരോടൊക്കെ ഈ കാര്യം പറയുമ്പോൾ അവർ പറയുന്നത്, അനേക വർഷങ്ങൾക്ക് മുമ്പ് പണ്ടെങ്ങാണ്ട് ആദം പഴം പറിച്ചു നിന്ന് പാപിയായതിന് ഞാൻ എന്തു പിഴച്ചു? ഞാൻ പാപിയൊന്നുമല്ല. ആധുനിക മനുഷ്യൻ അതാണ് പറയുന്നത്. ആദം ചെയ്ത പാപത്തിന്, ആദമിന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചയ്ക്ക് ഞാൻ എന്ത് പിഴച്ചു? അതിന് ഉത്തരം തേടി ഇവിടെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെ അടുത്തോ ഇവിടെയുള്ള ഗ്രന്ഥക്കെട്ടുകൾ പരിശോധിച്ചിട്ടോ കാര്യമില്ല. അതിന്റെ ഉത്തരം പറയുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ തിരുവെഴുത്താണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസിന്റെ പ്രൗഢഗംഭീരമായ പണ്ഡിതോചിതമായ ഒരു പ്രസംഗമുണ്ട്. ആഥൻസിൽ അരയോഗകുന്നിൽ എപ്പിക്കൂരിയരോടും സ്തോയിക്കരോടും തത്വചിന്തയുടെ ഈറ്റില്ലമായ ആഥൻസിൽ നിന്നുകൊണ്ട് ആ മഹാമനുഷ്യൻ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ ഒരു വാചകം ഇങ്ങനെയാണ്: ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവൻ ഉളവാക്കി. ആരാണ് ഈ ഒരുത്തൻ? ദൈവത്തെ അവിശ്വസിച്ച് പാപിയായ ആദമിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അവനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവൻ ഉളവാക്കി. അതുകൊണ്ടും തീർന്നില്ല. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: സകല ജഡത്തിന്റെയും ജീവൻ അതിന്റെ ജീവാധാരമായ രക്തമാണ്. അങ്ങനെയെങ്കിൽ സകല മനുഷ്യർക്കും ജീവാധാരമായ ഈ രക്തം എവിടെ നിന്ന് നമുക്ക് കിട്ടി? അല്ലെങ്കിൽ ആരിൽ നിന്ന് കിട്ടി? ആദ്യ മനുഷ്യനായ ആദമിൽ നിന്ന് നമുക്ക് കിട്ടി. പാപം കലർന്ന ആ ചോര,
പാപം കലർന്ന ആ രക്തത്തിൽ നിന്ന്, ആ ഒരുത്തനിൽ നിന്ന്, ആ ആദമിൽ നിന്ന് പിറന്നവരാണ് ഇവിടെ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും. അങ്ങനെയെങ്കിൽ പാപം ചെയ്ത് പാപിയായ, അരുത് എന്ന് പറഞ്ഞ കൽപ്പന, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച്, ദൈവത്തെ അവിശ്വസിച്ച്, പിശാചിനെ വിശ്വസിച്ച് പാപിയായ ആദമിന്റെ ചോരയിൽ പിറന്ന ഞാനും നിങ്ങളും ഇവിടെ പിറന്നു വീണത് പാപികളായിട്ടാണ്. അത് നിഷേധിക്കാൻ കെൽപ്പോട് എഴുന്നേറ്റ ആരും ഇവിടെ ഇരിക്കുന്നില്ല. എല്ലാവരും പാപികളാണ്. അതുകൊണ്ടാണ് ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി. അതുകൊണ്ടാണ് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും എന്ന് വായിക്കാൻ ഇടയായത്. പ്രിയമുള്ളവരെ, മാനവകുലത്തിലേക്ക് പാപം പ്രവേശിച്ചു, ആദമിന്റെ പാപം പ്രവേശിച്ചു. ഇനി അതുകൊണ്ടും തീർന്നോ? പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് പറഞ്ഞു. നമുക്ക് ആകെ കൂടി അറിയാവുന്ന മരണം, നമ്മൾ സാധാരണ കാണാറുള്ള മരണമാണ് ശാരീരികമായ മരണം. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തായ ബൈബിൾ പാപത്തിന്റെ പരിണിത ഫലമായി ത്രിവിധ മരണങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. 3 വിധ മരണങ്ങൾ. അത് യഥാക്രമം പറഞ്ഞാൽ 1 ആത്മീയ മരണം, 2 ശാരീരിക മരണം, 3 നിത്യമരണം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യനിലേക്ക് പാപവും പാപത്തിന്റെ പരിണിത ഫലമായ മരണവും കടന്നതെന്ന് പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോളണം. നമ്മുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദേ, പഴം പറിച്ച് തിന്നരുതെന്ന് പറഞ്ഞു. തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നിട്ട് ആദാം മരിച്ചില്ലല്ലോ. AT കോവൂരും സനിലിടമറുകും ഒക്കെ പറയുന്നത് എന്തൊരു വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്. ആദം 900-ൽ പരം വർഷങ്ങൾ ഈ പഴം പറിച്ച് തിന്നതിന് ശേഷം ജീവിച്ചു. മരിക്കുമെന്ന് പറഞ്ഞിട്ട് ആദം മരിച്ചില്ലല്ലോ. അതൊരു ന്യായമായ ചോദ്യമാണ്. തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെയും എത്രയോ 100 കണക്കിന് വർഷങ്ങൾ ആദം ജീവിച്ചിരുന്നു. പിന്നെ എന്താണ് ഈ മരണം? അതറിയണമെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഏതാ? മുടിയനായ പുത്രന്റെ ഉപമ. ഇവിടെ എൻ്റെ മാന്യ സഹോദരൻ ജാക്സൺ വരാക്കര പാടിയ പാട്ടിൻ്റെ ഉള്ളടക്കം അതാണ്. അപ്പനോട് വസ്തുവകയൊക്കെ വാങ്ങിച്ച് ദൂരെ പോയ ആ മകൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ പറഞ്ഞത് എന്താണ്? എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? മരണത്തിന്റെ അർത്ഥം എന്താണ്? അപ്പന്റെ അരികിൽ നിന്ന് ദൂരേക്ക് പോയതിന്റെ വേറൊരു പേരാണ് മരണം. പിതാവിന്റെ സന്നിധി വിട്ട് ദൂരേക്ക് പോയതിന്റെ പേരാണ് മരണം. തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നിൽ നിന്ന് അഥവാ നിന്നിൽ നിന്ന് ഞാൻ എന്നേക്കുമായി അകന്നു പോകും. തിന്നുന്ന നാളിൽ നീ മരിക്കും. ഞാൻ പറയട്ടെ, ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തു. അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവം അവരിൽ നിന്ന് അകലം പാലിച്ചു. ദൈവവും മനുഷ്യനുമായി അകന്നുപോയി. ഒരു വേർപാട് അവിടെ ഉണ്ടായി. നമ്മൾ പറയാറില്ലേ, ആരെങ്കിലുമൊക്കെ മരിച്ചാൽ നമ്മിൽ നിന്നും ആ പ്രിയപ്പെട്ടവർ വേർപെട്ടുപോയി എന്ന്. ആ വേർപാടിനെയാണ്, ദൈവത്തിൽ നിന്നുള്ള വേർപാട് ഏദൻ തോട്ടത്തിൽ മാനവകുലത്തിൽ പാപം പ്രവേശിച്ചപ്പോൾ സംഭവിച്ചു. അർത്ഥാൽ മനുഷ്യൻ പാപിയായി. തീർന്നില്ല. അതാണ് ആത്മീയ മരണം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഇവിടെ ജനിച്ച എല്ലാവരും ആത്മീയമായി മരിച്ചാണ് ജനിക്കുന്നത്. ഇവിടെ ജനിക്കുന്ന എല്ലാവരും ആത്മീയമായി മരിച്ചാണ് ജനിക്കുന്നത്. അർത്ഥാൽ പാപികളായിട്ടാണ് പിറന്നു വീഴുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല,
വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞതാണ്. വിരോധാഭാസമായിട്ടൊക്കെ ചിലർക്ക് തോന്നിയേക്കാം, പക്ഷെ പറയാതിരിക്കാൻ തരമില്ല. ബൈബിൾ അങ്ങനെ പറയുന്നത് കൊണ്ട് അത് വിരൽ തുമ്പൂന്നി തന്നെ പ്രസ്താവിക്കുകയാണ്. മനുഷ്യൻ പാപിയായിട്ടാണ് ഇവിടെ പിറന്നു വീഴുന്നത്. അത് ഈ ബൈബിൾ മാത്രമല്ല, ഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ ഒരുപാട് ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെയുണ്ട്. ബൃഹദാരണ്യോപനിഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ ത്രാഹീമാം പുണ്ടരീകാക്ഷ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു മന്ത്രമുണ്ട്. അതിൽ പറഞ്ഞു വെക്കുന്നത് എന്താണ്? പാപോഹം, അഹം, ഞാൻ പാപിയാണ്. പാപകർമ്മോഹം, എൻ്റെ കർമ്മങ്ങളിൽ പാപമുണ്ട്. പാപാത്മാ, എൻ്റെ ആത്മാവിൽ പാപമുണ്ട്. പാപസംഭവ, ഞാൻ സംഭവിച്ചത് തന്നെ അഥവാ ഞാൻ ഉണ്ടായത് തന്നെ പാപിയായിട്ടാണ്. തീർന്നില്ല. ദാവീദ് രാജാവ്, മഹാനായ ദാവീദ് രാജാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ്. ഞാനിവിടെ ഉരുവായി വീണത്, ഞാനിവിടെ പിറന്നു വീണത് പാപിയായിട്ടാണ്. ഇവിടെ പിറന്നു വീഴുന്ന സകലരും പാപിയായിട്ടാണ് പിറന്നു വീഴുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഞാൻ പറയട്ടെ. ഒരു മനുഷ്യനെ പാപി എന്ന് വിളിക്കാൻ അവൻ ഒരു പാപവും ചെയ്യണ്ട, മനുഷ്യനായിട്ട് ജനിച്ചാൽ മതി. അങ്ങനെയാണോ? അതെ, അങ്ങനെയാണ്. മനുഷ്യൻ ജനിച്ചാൽ മതി, അവൻ പാപിയായിട്ടാണ് പിറന്നു വീഴുന്നത്. കാരണം എന്താണ്? നമ്മുടെ പൂർവ്വ പിതാവായ ആദമിന്റെ പാപത്തിന്റെ കുറ്റം പേറിക്കൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ പിറന്നു വീണത്. അതുകൊണ്ടാണ് ഉപനിഷത്തിലെ സൂക്തത്തിൽ ഞാൻ പറഞ്ഞത്, പാപസംഭവ, ഞാൻ സംഭവിച്ചത്, ഞാൻ ഉണ്ടായത്, ഞാൻ പിറന്നത് പാപിയായിട്ടാണ്. അതുകൊണ്ടല്ലേ പള്ളിയിൽ അച്ഛനും കുർബാന കഴിഞ്ഞിട്ട് പറയുന്നത്, പാപിയായ എനിക്ക് വേണ്ടി, ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ അങ്ങനെ പറയാൻ കാരണം? അച്ഛനല്ല പാപവും ചെയ്തിട്ടാണോ? അല്ല, പിറന്നു വീണത് അങ്ങനെയാണ്. അത് നിഷേധിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. പാപി ചെല്ലുന്നിടം എല്ലാവരും പറഞ്ഞു പാതാളം. ഇത് ഞാൻ പറഞ്ഞതല്ല, കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ജനിച്ചപ്പോഴേ പാപിയായിട്ടാണ് പിറന്നു വീഴുന്നതെങ്കിൽ നമ്മൾ ചെല്ലാൻ പോകുന്നത് എങ്ങോട്ടാണ്? ആ പാതാളത്തിലേക്കാ, നരകത്തിലേക്ക് പോകും. ജനിച്ചു വീണത് പാപിയായിട്ടാണെങ്കിൽ, പാപം പേറിക്കൊണ്ടാണ് ഇവിടെ ജനിച്ചു വീണതെങ്കിൽ, പിറന്നതെങ്കിൽ, ഈ പോക്ക് നേരെ നരകത്തിലേക്ക്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്, ആത്മീയമായി മരിച്ചു എന്നുള്ളത്. ഇനി രണ്ടാമത്തെ, ഒന്ന് ആത്മീയ മരണമാണെങ്കിൽ അടുത്തത് ശാരീരിക മരണം. നമ്മളെല്ലാ മരണ വീടുകളിലും പോവും. എന്നിട്ട് അവിടെയുള്ള ആളുകളെ ഒക്കെ ആശ്വസിപ്പിക്കും. എൻ്റെ അച്ചായ, ആൻറ്റി പോയല്ലോ, വിഷമിക്കണ്ട, എല്ലാ വീട്ടിലും മരണമുണ്ടല്ലോ, പ്രയാസപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. പക്ഷെ അന്നേരവും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ മരിക്കും എന്നുള്ളത്. നമുക്കങ്ങനെ ഒരു ചിന്തയില്ല. ഞാനൊരു കാര്യം പറയാം. ഒരു മനുഷ്യൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു മനുഷ്യൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവൻ മരിക്കാൻ പാകമായി എന്നുള്ളതാണ്. ശരിയാണോ? ഒരു മനുഷ്യൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ അവൻ മരിക്കാൻ പാകമായി എന്നാണ്. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മരമാണ് ഈ ജാതി മരം. അതിൻ്റെ ഇത് പറിക്കാൻ പാകമായിട്ടില്ല. കുറച്ച് 2-3 ആഴ്ച കൂടെ കഴിഞ്ഞാലാണ് അത് പൊട്ടി പറിക്കാൻ പറ്റുകയുള്ളൂ, പാകമാകുകയുള്ളൂ. ഈ ഫലം പറിക്കണമെങ്കിൽ, ഈ സുഗന്ധദ്രവ്യം പറിച്ചെടുക്കണമെങ്കിൽ 1-2 ആഴ്ച കൂടെ കഴിഞ്ഞ് ആ ജാതിക്കായ് പിളർന്ന് അതിൻ്റെ ആ ഫലം വെളിയിലെടുക്കാൻ സാധിക്കണമെങ്കിൽ ഒരു പാകപ്പെടലിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ
ഒരു കാര്യം, ഒരു വസ്തുത വ്യക്തമാക്കാം. എൻ്റെ മാന്യ ശ്രോതാക്കളെ, മനുഷ്യ ജീവിതത്തിൽ മരണം കടന്നു വരാൻ ഒരു പാകപ്പെടലിന്റെ ആവശ്യമില്ല. മനുഷ്യൻ പിറന്നു വീഴുമ്പോഴേ മരിക്കാൻ പാകപ്പെട്ടാണ് ഇവിടെ പിറന്നു വീഴുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി ഉരുവാകുന്ന നിമിഷം മുതൽ അവന്റെ ഒടുവിലത്തെ ശ്വാസം വലിക്കുന്നത് വരെ മനുഷ്യൻ മരണത്തിന് പാകമായവനാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കും. മരണം ഒരു യാഥാർത്ഥ്യമാണ്. പണ്ഡിതനായാലും മരിക്കും, പാവനനായാലും മരിക്കും, നിരക്ഷരനാണെങ്കിലും മരിക്കും, സാക്ഷരനാണെങ്കിലും മരിക്കും, കറുത്തവനാണെങ്കിലും മരിക്കും, വെളുത്തവനാണെങ്കിലും മരിക്കും, ആഫ്രിക്കക്കാരനും അമേരിക്കക്കാരനും ഇന്ത്യക്കാരനും മരിക്കും, ആരായാലും മരിക്കും. മലയാളത്തിന്റെ മഹാസാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ മനോഹരമായ മരണത്തെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? മരണം രംഗബോധമില്ലാത്ത കോമാളി. ഏത് സമയത്ത് വേണമെങ്കിലും മരണം വരാം. ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേണമെങ്കിൽ മരിച്ചു പോകാം. പേടിക്കണ്ട, എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. സംഭവിക്കാം. രംഗബോധമില്ലാതെ അത് കടന്നു വരാം. ഒരുപക്ഷെ യാത്രയിലായിരിക്കാം, വ്യാപാരം ചെയ്യുമ്പോഴായിരിക്കാം, വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴായിരിക്കാം, പള്ളിയിൽ പോകുമ്പോഴായിരിക്കാം. എപ്പോൾ വേണമെങ്കിലും മരണം മാനവ ജീവിതത്തിൽ കടന്നു വരാം. മരണത്തെക്കുറിച്ച് കൂത്താട്ടുകുളത്ത് ഒരു കവയിത്രി ജീവിച്ചിരുന്നു. അവരുടെ പേര് ശ്രീമതി മേരി ജോൺ തോട്ടം എന്നാണ്. മരണത്തെക്കുറിച്ച് മനോഹരമായൊരു കവിത അവർ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്കു പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചുകൊണ്ടു പോകയില്ല മർത്യനന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ടഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിനും വരുത്തിടും. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും തുല്യം ചാർത്തുവാനില്ലാത്ത സോളമനും അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയെങ്കിൽ പാവപ്പെട്ടവരായ ഞാനും നിങ്ങളും മരണത്തിന്റെ മുൻപാകെ ആടിനെ പോലെ വിറച്ച് പഞ്ചപുച്ഛമടക്കി ഒരു ദിവസം നിൽക്കേണ്ടി വരും. മരണം ഒരു യാഥാർത്ഥ്യമാണ്. മലയാളത്തിന്റെ ആശ്വാസഗായകൻ മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞുപദേശിയും എഴുതി വെച്ചത് ഇങ്ങനെയാണ്: വണ്ണം പെരുത്താലും മണ്ണിനിരയാകും, കണ്ണിന്റെ ഭംഗിയോ മായമായ, കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തും മൃത്യു കടന്നു ചെല്ലും, 10,000 നില പൊക്കിപ്പണിതാലും അവിടെയും മൃത്യു കടന്നു ചെല്ലും. പാപത്തിന്റെ ശമ്പളം മരണം. ആത്മീയ മരണം, ഇപ്പോൾ ശാരീരിക മരണം. വിസ്താര ഭയത്താൽ ചുരുക്കി പറയട്ടെ, ഇനിയുമുണ്ട് മരണം. അതിൻ്റെ പേരാണ് നിത്യമരണം. ആ മരണത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പാപി ചെല്ലുന്നിടം പാതാളം. നിത്യമായ നരകത്തെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തായ ബൈബിൾ പറയുന്നത് തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്ക. ഈ തീപ്പൊയ്ക രണ്ടാം മരണം. ആത്മീയമായി മരിച്ച ഒരു വ്യക്തി ശാരീരികമായി മരിച്ചാൽ അവൻ നേരെ പോകുന്നത് നിത്യമരണത്തിലേക്കാണ്. ആ 3 മരണത്തിന്റെ ഈ കണക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആത്മീയമായി ഒരു വ്യക്തി ജനിച്ചാൽ അവൻ ശാരീരികമായി മരിക്കും. അങ്ങനെ മരിച്ചാൽ ആ മരണത്തിനപ്പുറത്ത് ആ മനുഷ്യൻ പോകുന്നത് നിത്യമായ മരണത്തിലേക്ക് അഥവാ നരകത്തിലേക്കാണ്.
ആട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടോ? ഉണ്ടോ? എന്താ കരുതിയിരിക്കുന്നത്? മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടോ? ഇവിടെയുള്ള ജീവിതം തന്നെ ജീവിച്ച് തീർത്തിട്ട് വേണ്ട ഇനി മരണത്തിന്? അങ്ങനെയാ പലരും ചിന്തിക്കുന്നത്. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോ, മരണത്തിനപ്പുറത്താ യഥാർത്ഥ ജീവിതം. ഇതൊന്നൊരു ജീവിതമല്ല. ഇവിടെ ഒരു നല്ല വീടുണ്ടായതോ, നല്ല ജോലി ഉണ്ടായതോ, നല്ല കാർ വാങ്ങിക്കാൻ പറ്റിയതോ, വിദേശ രാജ്യങ്ങളിൽ പോയതോ, സൗന്ദര്യമുണ്ടായതോ, വിദ്യാഭ്യാസമുണ്ടായതോ, ആരോഗ്യമുണ്ടായതോ, ഇതൊന്നുമല്ല ജീവിതത്തിന്റെ വിജയം. ഇതല്ല ജീവിതം. ശരിയായ ജീവിതം തുടങ്ങുന്നത് മരണത്തിനപ്പുറത്താണ്. ഇതിപ്പോ എങ്ങനെ മരണത്തിനപ്പുറത്ത് ജീവിതം ഇല്ല എന്ന് പറഞ്ഞാലും ആളുകൾ എല്ലാവരും ഏതായാലും മരണാനന്തര ശേഷക്രിയകൾ ചെയ്യുന്നുണ്ട്. ഈ ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ എന്നാന്നറിയാവോ അങ്ങനെ ചെയ്യുന്നത്? ഇനി എങ്ങാനും ഉണ്ടെങ്കിലോ ദേ, ഒളിഞ്ഞും തെളിഞ്ഞും അറിഞ്ഞോ അറിയാതെയോ മനുഷ്യന്റെ ഉള്ളിൽ എവിടെയോ ഈ സത്യം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എന്റെ മാന്യ സുഹൃത്തെ, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ഇത് പറഞ്ഞത് മരണത്തിനപ്പുറത്ത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു പറഞ്ഞു, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ആരെങ്കിലും നിങ്ങളെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് തിരുത്തിക്കൊള്ളണം. മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് കേട്ടോ. മരണാനന്തര ജീവിതമുണ്ട്. ആ ജീവിതം 2 സ്ഥലങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ഒന്ന്, രണ്ടാം മരണമെന്ന നിത്യമായ നരകം, അതല്ലെങ്കിൽ സ്വർഗം. ഈ 2 തലങ്ങളിലേക്കാണ് മരണാനന്തരം മനുഷ്യൻ പോകേണ്ടത്. ഞാൻ വായിച്ച വാക്യം ഇങ്ങനെയാണ്: പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ ക്രിസ്തുയേശുവിൽ നിത്യജീവൻ തന്നെ. പാപിയായൊരു മനുഷ്യൻ മരിച്ചാൽ അവൻ നേരെ പോകുന്നത് നിത്യമായ മരണം അഥവാ രണ്ടാം മരണം എന്ന നരകത്തിലേക്ക്. എന്നാൽ പാപമോചനം കിട്ടിയവനോ പാപത്തിന്റെ ശമ്പളമായ നിത്യ നരകത്തിലേക്ക് പോകണ്ട. പാപത്തിന്റെ ശമ്പളമായ നിത്യ നരകത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ പാപിയായ മനുഷ്യന് പാപമോചനം ലഭിച്ചാൽ മതി. ശരിയല്ലേ? പാപിയായ ഒരു മനുഷ്യന് പാപമോചനം ലഭിച്ചാൽ പിന്നെ പാപിക്ക് വെച്ചിരിക്കുന്ന നരകത്തിലേക്ക് പോകണ്ട. അങ്ങനെയാണെങ്കിൽ പാപിയായി ജനിച്ചു എന്ന് വരികിലും പാപമോചനം ലഭിച്ചു കഴിഞ്ഞാൽ പാപിക്ക് വെച്ചിരിക്കുന്ന രണ്ടാം മരണമെന്ന നരകത്തിലേക്ക് പോകണ്ട. പാപമോചനം കൂടാതെയാണ് മരിക്കുന്നതെങ്കിൽ അവൻ നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഏതായാലും നമ്മൾ മനുഷ്യനിവിടെ പിറന്നു വീഴുന്നത് ആത്മീയമായി മരിച്ച് അഥവാ പാപിയായിയാണ് ഇവിടെ പിറന്നു വീഴുന്നത്. അവൻ ശാരീരികമായി മരിച്ചേ മതിയാകുകയുള്ളൂ. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, പാപി മരിച്ചാൽ മരണാനന്തരം അവൻ പോകുന്നത് രണ്ടാം മരണമെന്ന നിത്യമായ ന്യായവിധിയിലേക്കാണ്. ഈ ന്യായവിധിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അല്ലെങ്കിൽ നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം? അതാണ് ഈ വാക്യത്തിൻ്റെ 2ാം പകുതിയിൽ പറയുന്നത്. ദൈവത്തിൻ്റെ കൃപാവരമോ ക്രിസ്തുയേശുവിൽ നിത്യജീവൻ തന്നെ. പാപിക്ക് രക്ഷപ്പെടാൻ ദൈവത്തിൻ്റെ പവിത്ര പദ്ധതിയുടെ പേരാണ് ദൈവത്തിൻ്റെ കൃപ.
പാപിയായി പിറന്ന് നരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഏതൊരു മനുഷ്യനും രക്ഷപ്പെടാൻ ദൈവമൊരുക്കിയ ദൈവത്തിന്റെ രക്ഷാകരമായ പവിത്ര പദ്ധതിയുടെ പേരാണ് ദൈവകൃപ. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ വിരൽ തുമ്പൂന്നി പ്രതിപാദിച്ച ഒരു പ്രമേയമുണ്ട്. എന്താണ്? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എഫേസോസിലെ വിശുദ്ധന്മാർക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. പാപിയായ ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ഇവിടെ പിറന്നു വീഴുന്ന ഏതൊരു മനുഷ്യനും പാപമോചനം നേടാൻ വഴി രണ്ടില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. അത് പാപിക്കു വേണ്ടി ഇവിടെ പിറന്ന ദൈവത്തിന്റെ കൃപയായ കർത്താവായ യേശുക്രിസ്തുവിലല്ലാതെ പാപിക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല. എന്താ അതിന്റെ കാരണം? ഒരു പാപിക്ക് രക്ഷപ്പെടാൻ യേശുക്രിസ്തു എന്ന ഏക മാർഗമല്ലാതെ വേറൊരു മാർഗമില്ലെന്ന് പറയാൻ കാരണം എന്താ? എൻ്റെ ഏതൊരു പ്രസംഗത്തിലും ഞാൻ എൻ്റെ ശ്രോതാക്കൾക്ക് ഒരു അവസരം കൊടുക്കാറുണ്ട്. ഇവിടെയും ആ അവസരം ഞാൻ തരാൻ പോവുകയാണ്. മാനവകുലത്തിന്റെ ഉൽപ്പത്തി മുതൽ ഇതപര്യന്തമുള്ള മാനവ ചരിത്രത്തിൽ മനുഷ്യന്റെ പാപം സമ്പൂർണമായി പരിഹരിച്ച യേശുക്രിസ്തു അല്ലാതെ വേറൊരു പുരുഷനെ നിങ്ങൾക്കാർക്കെങ്കിലും പരിചയമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്താൽ ഈ മൗനം രാവെളുക്കുവോളം ഇങ്ങനെ നീളും. എന്താ കാരണം? മാനവകുലത്തിന്റെ ഉൽപ്പത്തി മുതൽ അതിന്റെ ഒടുവിലത്തെ അധ്യായം എഴുതി ചേർക്കുന്നത് വരെ ഈ ഉലകത്തിൽ മനുഷ്യന്റെ പാപത്തിന്റെ പക്വത മുഴുവനായി കഴുകിക്കളയാൻ ഇതുപോലെ അവതാരം ചെയ്ത യേശുക്രിസ്തു അല്ലാതെ വേറൊരു യുഗപുരുഷൻ ഇവിടെ പിറവി കൊണ്ടിട്ടില്ല. അവൻ മാത്രമേ മനുഷ്യന് പാപമോചനം നൽകിയിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ ക്രിസ്തു ശിഷ്യനായ അപ്പോസ്തലനായ പത്രോസ് ഉറക്കെ വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, നസറായനായ യേശുക്രിസ്തുവിന്റെ ഏകനാമം. അവനല്ലാതെ മനുഷ്യന് പാപമോചനം നൽകിയ വേറൊരാളില്ല. തീർന്നില്ല. ഇനി എങ്ങനെയാണ് യേശു കർത്താവ് പാപിയായ മനുഷ്യർക്ക്, അഥവാ പാപിയായി ഇവിടെ പിറന്നു വീണ സകല മനുഷ്യർക്കും എങ്ങനെയാണ് കർത്താവ് പാപമോചനം നൽകിയത്? യേശുക്രിസ്തുവിന്റെ പാപമോചനത്തിന്റെ ആ രീതി അതെങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാമോ? സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപിയായി ഇവിടെ പിറന്ന് ആത്മീയമായി മരിച്ച് ശാരീരികമായി മരിച്ച് നിത്യമരണമെന്ന നരകത്തിലേക്ക് പോകേണ്ട മനുഷ്യന് നിത്യജീവൻ തരാൻ, അല്ലെങ്കിൽ നിത്യജീവന് വിഘാതമായി ഭവിച്ച നരകത്തിന് അവനെ യോഗ്യനാക്കിയ പാപം കഴുകിക്കളയാൻ ഒരു ഉറവ പുറപ്പെട്ടു. അത് യേശുക്രിസ്തുവിന്റെ ചങ്കിൽ നിന്നൊഴുകിയ പവിത്രമായ രക്തത്തിന്റെ ഉറവയാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആട്ടെ, ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയൊക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സാക്ഷാൽ ദൈവമായ യേശു കർത്താവ് സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ വന്ന് പിറന്നു വീണ് മനുഷ്യന്റെ പാപം കഴുകിക്കളയാൻ ഇത്രയേറെ പങ്കപ്പാടൊക്കെ പെടേണ്ട ആവശ്യമുണ്ടോ?
ഇങ്ങനെ രക്തമൊഴുകിയൊക്കെ കർത്താവ് മരിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം സർവശക്തനാണെങ്കിൽ ഇതുവരെ ഭൂമിയിൽ പിറന്നവരും ഇനി പിറക്കാനിരിക്കുന്നവരുമായൊരുട്ടുള്ള എല്ലാവരുടെയും പാപങ്ങൾ മോചിക്കപ്പെടട്ടെ എന്നൊരു വാക്ക് പറഞ്ഞാൽ പോരെ? മതി, അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ എന്താ കർത്താവ് അങ്ങനെ പറയാതെ ഇത്ര ത്യാഗപരമായൊരു മരണമൊക്കെ സാധിപ്പിച്ച് മനുഷ്യൻ്റെ പാപം മോചിക്കാൻ എന്താ കാരണം? അതിന് കാരണമുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. ദൈവത്തിൻ്റെ നീതി അത് നിറവേറ്റാതിരിക്കാൻ പറ്റില്ല ദൈവത്തിന്. പാപിയായൊരു മനുഷ്യനോട് ദൈവത്തിൻ്റെ നീതി പറഞ്ഞത് എന്താണെന്നറിയാമോ? പാപം ചെയ്ത ദേഹി മരിക്കണം. ദൈവത്തിൻ്റെ നീതി വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. പാപിയായ മനുഷ്യനെ ദൈവത്തിൻ്റെ കോടതിയിൽ നിർത്തിയിട്ട് ദൈവത്തിൻ്റെ നീതി എന്ന വക്കീല് സുശക്തമായി വാദിച്ചു. ഇവൻ പാപിയാണ്, ഇവൻ മരിക്കണം, ഇവൻ രക്തം ചിന്തി മരിക്കണം. നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ നീതി ആവശ്യപ്പെട്ടത് അതാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോൾ നേരെ തിരശ്ചീനമായി ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ നീതിയോട് ദൈവത്തിൻ്റെ സ്നേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദൈവനീതിയെ തൃപ്തിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. പാപിയായ മനുഷ്യന് വേണ്ടി അവന് പകരമായി രക്തം ചിന്തി മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഈ അവനീതലത്തിലേക്ക് അമ്പരം വിട്ടവതരിച്ച രണ്ടുപേരില്ല, ഒരുത്തനെയുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രം. ദൈവത്തിന് സ്തോത്രം. യേശു അല്ലാതെ വേറൊരുത്തൻ ഇങ്ങനെ എനിക്ക് വേണ്ടി മരിച്ചിട്ടില്ല. മനുഷ്യനു വേണ്ടി രക്തം ചിന്തി മരിക്കാൻ മനസ്സോടെ പിറന്നു വീണ വേറൊരാൾ, വേറെ ആരുണ്ട്? രണ്ടുപേരില്ല, ഒരുത്തൻ മാത്രം, എൻ്റെ കർത്താവ് മാത്രം. അവൻ ഇവിടെ ഈ ഭൂമിയിൽ അവതരിച്ചു. യോർദാന്റെ പുളിനങ്ങളിലൂടെ നടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് ഇതേ യോഹന്നാൻ തന്നെ വിളിച്ചു പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്താണ് യോഹന്നാൻ അങ്ങനെ പറയാൻ കാരണം? അതുവരെ പാപമോചനത്തിനായി അനേകം കുഞ്ഞാടുകളാണ് അറുക്കപ്പെട്ടത്, അനേകം ആട്ടുകൊറ്റന്മാരുടെ രക്തമാണ് ചൊരിയപ്പെട്ടത്. എന്നാൽ ആകമാന ലോകത്തിന്റെ പാപം മുഴുവൻ പേറിക്കൊണ്ട് ലോകത്തിലേക്ക് ദൈവത്തിന്റെ കുഞ്ഞാടായി അവതരിച്ച രണ്ടു പേരില്ല, ഒരുത്തനെയുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനെ കണ്ടിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എങ്ങനെയാണ് പാപമോചനത്തിനായിട്ടുള്ള യാഗം നടക്കുന്നത്? പാപം ചെയ്ത ഒരു വ്യക്തി ഈ യാഗമൃഗത്തെയും കൊണ്ട് യാഗപീഠത്തിന്റെ അരികിൽ വരും. അതിന്റെ തലയിൽ കൈവച്ച് ആ പാപം അതിന്റെ മേൽ ചുമത്തും. ഒരു ദാക്ഷിണ്യവുമില്ലാതെ അതിന്റെ കുലററുത്ത് അതിന്റെ തുകലുരിച്ചു മാറ്റി അതിന്റെ വപയൊക്കെ നീക്കി അതിന്റെ കുളമ്പുകൾ നീക്കി അതിനെ ഖണ്ണം ഖണ്ഡമായി മുറിച്ച് യാഗപീഠത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന വിറകിന്റെ മുകളിൽ ഈ മാംസ കഷണങ്ങൾ വെച്ച് അതിന് അഗ്നിക്കിരയാക്കി ചാമ്പലാക്കും. ആ അഗ്നിനാളങ്ങൾ ഈ മാംസ കഷണങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അർപ്പകനായ ഈ പാപം ചെയ്ത വ്യക്തി ഏകദേശം ഒരു ആശ്വാസത്തോടുകൂടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്നേക്ക് 2000 ആണ്ടുകൾക്ക് അപ്പുറത്ത് കാൽവറി എന്ന ഒരു മൊട്ടക്കുന്നിന്റെ മുകളിൽ ദൈവകോപത്തിൽ ഈ കുഞ്ഞാടായ ക്രിസ്തു വെന്തരിഞ്ഞു. എബ്രായ ലേഖനത്തിൽ ലേഖനകാരൻ തങ്കലിപികളിൽ എഴുതി വെച്ചു, ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. യേശു കർത്താവ് സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരാർത്ഥം അവൻ പരമയാഗമായി തീർന്നു. ഇനി പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി
ഒരു യാഗവും ആരും നടത്തണ്ട. ഇങ്ങനെയാ മനുഷ്യന് നിത്യജീവൻ കിട്ടിയത്. For God so loved the world that he gave his only begotten son, that whoever believes in him should not perish but have everlasting life. നിത്യജീവൻ അതെങ്ങനെ കിട്ടി? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന്റെ പുത്രനായ യേശുവിനെ മരണത്തിനേൽപ്പിച്ച് തരാൻ തക്ക വിധത്തിൽ അവൻ നമ്മെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഇങ്ങനെ സ്നേഹിച്ച വേറൊരാളെ ഉലക ചരിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ മനുഷ്യനെ സ്നേഹിച്ച വേറൊരാളെ ഈ ഉലക ചരിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിത്യനാശത്തിലേക്ക് പോകുന്ന ഏതൊരു പാപിക്കും നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കാൻ സ്വന്തം ജീവൻ പകുത്തു നൽകിയ, സ്വന്തം പ്രാണൻ ഒഴുക്കി നൽകിയ, സ്വന്തം ചോര ഊറ്റി നൽകിയ വേറൊരുവനില്ല, യേശു മാത്രം. ഗബതയുടെ കൽത്തളത്തിൽ കെട്ടപ്പെട്ടവനായി യേശു നിൽക്കുകയാണ്. ഇടത്തും വലത്തും നിന്ന് രണ്ട് പടയാളികൾ അവനെ ചാട്ടവാറുകൊണ്ടടിക്കുമ്പോൾ ചാട്ടയുടെ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന മൂർച്ചയേറിയ വസ്തുക്കൾ അവന്റെ മാംസഭിത്തികളെ ഭേദിച്ച് അകത്തേക്ക് പാഞ്ഞു കയറുകയാണ്. ദാക്ഷിണ്യമില്ലാതെ പടയാളികൾ ആ ചാട്ടവാറ് വലിച്ചെടുക്കുമ്പോൾ ഉഴവുകാർ ഉഴവുന്നത് പോലെ യേശുവിന്റെ പൂമേനി കീറി മാംസങ്ങൾ ചിതറിത്തെറിക്കുകയാണ്. അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചാഞ്ഞടിച്ചിട്ട് അവന്റെ തലയുടെ കപാലഭിത്തികൾ ഭേദിച്ച് ആ തലയിലൂടെ രക്തം താഴോട്ട് വാർന്നൊഴുകുകയാണ്. അവിടെ അവൻ രക്തമൊഴുക്കുകയായിരുന്നു. യെരുശലേമിന്റെ തെരുവിലൂടെ അവൻ ഭാരമേറിയ മരക്കുരിശും ചുമന്നുകൊണ്ട് നടന്നു നീങ്ങുമ്പോൾ അവനെ ആളുകൾ പരിഹസിക്കുകയായിരുന്നു. ആരാധ്യനെ പരിഹസിച്ച് ആ പരിഹാസം ഏറ്റുവാങ്ങാൻ കാരണം എന്താണെന്നറിയാമോ? ഭാവികളായ നമ്മളായിരുന്നു ആ പരിഹാസം ഏറ്റെടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അവൻ നമുക്ക് വേണ്ടി നിന്ദയും പരിഹാസവും ഏറ്റെടുക്കുകയായിരുന്നു. ഗോൽഗോഥയുടെ മലമുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു പെരിങ്കള്ളനെ പോലെ ക്രൂശിച്ച് ആണികളിൽ തൂങ്ങി നിൽക്കുമ്പോഴും നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യൻ നിലത്ത് കാല് ചവിട്ടി ഉറപ്പിച്ച് നിന്നില്ലെങ്കിൽ അവന് ശ്വാസം എടുക്കാൻ സാധിക്കുകയില്ല. ഏതെങ്കിലും ഒരു ക്രോസ് ബാറിൽ ഒരു 5 മിനിറ്റ് ഒന്ന് തൂങ്ങി നിന്ന് നോക്കണം, അപ്പോഴറിയാം. പക്ഷേ ഇവിടെ യേശുവിനെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ, കാലത്തിനും ചരിത്രത്തിനും മധ്യേ, ഗോൽഗോഥ മലമുകളിൽ ഉയർത്തപ്പെട്ട കുരിശിന്മേൽ ആണികളിൽ തൂക്കി നിർത്തിയിരിക്കുകയാണ്. ഒന്നുറക്കെ ശ്വാസം എടുക്കാൻ പോലും സാധിക്കാതെ, ഒന്നുറക്കെ സംസാരിക്കാൻ പോലും സാധിക്കാതെ, ഒരു പരാജിതനായിട്ടല്ല, വിജയശ്രീലാളിതനായി യേശു കർത്താവ് കാൽവറിയിൽ തൂങ്ങി നിൽക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാമോ? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഏതൊരു കഠിനപാപം ചെയ്ത പാപിയാണെങ്കിലും, കുറ്റബോധത്തിന്റെ ഉമിത്തിയിൽ നീറി കഴിയുന്നവനാണെങ്കിലും അവന്റെ പാപം ക്ഷമിച്ചു തരാൻ ഇവനോട് ക്ഷമിക്കണമേ എന്ന് മരണവേളയിലും പ്രാർത്ഥിച്ച ഇവനല്ലാതെ വേറെ ആരുണ്ട് പ്രിയരെ? ഇവനല്ലാതെ വേറെ ആരുണ്ട്? ഒടുവിൽ ഒരു പടയാളി അവന്റെ വിലാപ്പുറം കുന്തമുന കൊണ്ട് കുത്തി തുറക്കുമ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നാണ് വായിക്കുക. അവസാനത്തുള്ളി രക്തം വരെയും മാനവന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഊറ്റിത്തന്നുകൊണ്ട് നരകത്തിലേക്ക് പോകേണ്ട മനുഷ്യനെ നിത്യജീവിതത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ ഇതുപോലെ മനുഷ്യന് വേണ്ടി, പാപിക്കു വേണ്ടി പരമപരിശുദ്ധനായവൻ പടുപാപിയെ പോലെ മരിച്ചു. പ്രിയരെ, ഇങ്ങനെ ഇവനല്ലാതെ വേറെ ആരുമില്ല. യേശു കർത്താവ്
പാപിക്ക് വേണ്ടി നിത്യജീവൻ ഒരുക്കി. പാപിക്ക് വേണ്ടി അവൻ നിത്യജീവൻ ഒരുക്കി. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള നിത്യജീവൻ, ഒരു പാപിക്ക് നിത്യജീവൻ ലഭിക്കാനുള്ള എല്ലാ പ്രവൃത്തിയും തികച്ച് ഒടുവിൽ കർത്താവ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പറയുകയാണ്, നിവൃത്തിയായി. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം നിവൃത്തിയായി എന്ന് പറഞ്ഞ് യേശു രക്തം ചിന്തി മരിച്ചു. ശരിയാണ്, പാപിക്ക് നിത്യജീവന് വേണ്ടതെല്ലാം യേശു കർത്താവ് ചെയ്തിട്ടാണ് മരിച്ചത്. ഇനി പാപത്തിന് വേണ്ടി ആരും, പാപപരിഹാരത്തിന് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട, ചെയ്തിട്ടൊട്ട് കാര്യവുമില്ല. യേശു അത് സമ്പൂർണമായി നിവർത്തിച്ചു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. എന്നാൽ ഈ പാപമോചനം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു അത് തയ്യാറാക്കി വെച്ചു. ഇത് കിട്ടാൻ എന്ത് ചെയ്യണം? യേശു പാപമോചനം കൃത്യമായി നിർവഹിച്ചു. യേശു നിത്യജീവന്റെ വഴി തുറന്നു. പക്ഷെ അത് കിട്ടാൻ എന്ത് ചെയ്യണം? അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഏദൻ തോട്ടത്തിലേക്ക് പോകണം. എങ്ങനെയാണ് മനുഷ്യൻ പാപിയായത്? ദൈവത്തെ അവിശ്വസിച്ച് പിശാചിനെ വിശ്വസിച്ചുകൊണ്ട് മനുഷ്യൻ പാപിയായി. അങ്ങനെയുള്ള മനുഷ്യന് പാപമോചനം ലഭിക്കാൻ ഒറ്റ മാർഗമേയുള്ളൂ. അവിശ്വാസത്താൽ പാപിയായ ഏതൊരു മനുഷ്യനും നിത്യജീവൻ ലഭിക്കാൻ ഒരേ ഒരു മാർഗം. ഏതാണത്? വിശ്വസിച്ച് ദൈവപുത്രരാകുക, വിശ്വസിച്ച് പാപമോചനം നേടുക, വിശ്വസിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കുക. ദൈവത്തെ അവിശ്വസിച്ച് പാപിയായ മനുഷ്യന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴി, വിശ്വസിച്ച് നീതീകരിക്കപ്പെടുക. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും വിരൽ തുമ്പൂന്നി പ്രതിപാദിക്കുകയാണ്, വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ. ദൈവത്തിന്റെ കണ്ടീഷൻ അതാണ്, ദൈവത്തിന്റെ വ്യവസ്ഥ അതാണ് വിശ്വാസം. എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവേ, ഞാൻ ഒരു പാപിയായിട്ടാണ് ഇവിടെ പിറന്നു വീണത്, എന്നാൽ അവിടുന്ന് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്നും അവിടുത്തെ കാൽവറിയിലെ യാഗം കൊണ്ട് എന്റെ പാപത്തിന്റെ കറ കഴുകപ്പെട്ടു എന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എന്നെ അവിടുത്തെ മകനാക്കി തീർക്കണമേ, എന്നെ അവിടുത്തെ മകളാക്കി തീർക്കണമേ. ഞാൻ അങ്ങയെ എന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. എത്ര സിമ്പിളാണ്, എത്ര സിമ്പിളാണ്. മനുഷ്യന് പാപമോചനം നേടാൻ അരക്കാതം നടക്കണ്ട, അരക്കാശ് കൊടുക്കണ്ട, ആരുടെ അടുക്കലും പോകണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ ഹൃദയം തകർന്ന് ഒരു പ്രാർത്ഥന, കർത്താവേ, എന്റെ പാപം എന്നോട് ക്ഷമിച്ച് എന്നെ അവിടുത്തെ മകനാക്കണമേ, മകളാക്കണമേ, എന്നെ അവിടുത്തെ മകനാക്കണമേ, മകളാക്കണമേ. ഞാൻ അങ്ങയെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. അങ്ങനെ ദൈവമക്കളായി തീർന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാം, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ വന്നാൽ ഇങ്ങനെ വിശ്വസിച്ച് പാപമോചനം നേടിയവർ മാത്രമേ അവനോടൊപ്പം സ്വർഗപ്രവേശനത്തിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെയല്ലാത്ത ഏവരെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്ന ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട്. എന്നാൽ ജീവനോടിരിക്കുമ്പോൾ ഇന്നാണ് നല്ല അവസരം.
ഇപ്പോഴാണ് സുപ്രസാദ കാലം. നാളെയാകട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ ഒരുപക്ഷെ മരണം രംഗബോധമില്ലാത്ത കോമാളിയായി നമ്മെയും ഗ്രസിച്ചേക്കാം. ഇപ്പോൾ ഒരു അവസരമുണ്ട്. ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഞാൻ വളരെ ശാന്തമായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ പാപമോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ, ഇതുവരെ ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് അംഗീകരിച്ച് പാപമോചനം നേടിയെന്നൊരു ബോധ്യം നിങ്ങൾക്കില്ലെങ്കിൽ ഇപ്പോഴാണ് അതിനുള്ള അവസരം. ഞാൻ വളരെ ശാന്തമായി നിങ്ങളോട് ചോദിക്കട്ടെ, എല്ലാവരും കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. വളരെ ശാന്തമായി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ആർക്കെങ്കിലും ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി തീരാൻ ഹൃദയത്തിൽ അങ്ങനെ ഒരു നിർണയം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെ താല്പര്യമുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുക. അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന് നിത്യമായ നരകത്തിന്റെ ശിക്ഷാവിധി ഒഴിഞ്ഞു പോയവരായി, കർത്താവിനെ ഹൃദയത്തിലേറ്റിയവരായി തുടർന്നുള്ള ശിഷ്ടായുസ് മുൻപോട്ട് പോകുവാൻ ഈ വചന കേൾവി മുഖാന്തരം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ച ബന്ധപ്പെട്ട എല്ലാ ദൈവദാസന്മാർക്കും ഹൃദയംഗമമായ നന്ദി വാക്കിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ദേശത്തെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ശുശ്രൂഷയ്ക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. കൃപയാൽ ഞങ്ങളെത്തിയും സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാന്തേമേ, ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു, ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്നു. നൽകി തന്ന ഈ നല്ല രാത്രിക്കായി കർത്താവ് ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു, ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്രത്തോളം എല്ലാ മുഖാന്തരത്തെയും അവിടുന്ന് ഒരുക്കി നൽകി തന്നു. നന്ദിയോട് സ്തോത്രം. ശ്രേഷ്ഠദാസനെയും തക്ക സമയത്ത് കൂട്ടിവരുത്തി നന്ദിയോടെ കർത്താവ് ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു. അനേകരെ കൂട്ടിവരുത്തിയല്ലോ, ദേശനിവാസികളെ കൂട്ടിവരുത്തിയല്ലോ, നന്ദിയോടെ കർത്താവെ ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു, ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. കർത്താവെ, ഈ ശുശ്രൂഷയുടെ ഇടയിൽ മഴ പെയ്യരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം എത്രത്തോളം അത് ഞങ്ങൾക്ക് നിറവേറ്റി തന്നു. നന്ദിയോടെ കർത്താവ് ഞങ്ങൾ സ്തുതിക്കുന്നു. ശബ്ദത്തെയും വെളിച്ചത്തെയും ഒക്കെ നിയന്ത്രിച്ചു. നന്ദിയോടെ കർത്താവ് ഞങ്ങൾ സ്തുതിക്കുന്നു. YMF-ൻ്റെ ടീമിനെയും ഞങ്ങൾ ഓർത്ത് സ്തുതിക്കുന്നു. കാരണം എല്ലാവരും ദൈവത്തിന് അനുഗ്രഹിച്ചിരിക്കാൻ തിരുനാമത്തിന് സ്തോത്രം. തക്ക രീതിയിൽ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ വചനം അവിടുത്തെ ദേവദാസന് കൊടുത്തല്ലോ. നന്ദിയോടെ കർത്താവെ ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു, ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്നു. ഇത്രത്തോളം അനുഗ്രഹിച്ച എല്ലാ കൃപയോർത്ത് നന്ദിയോടെ പിന്നെയും കർത്താവെ ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ കർത്താവെ ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. നമുക്ക് ആശീർവാദം പറയാം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും നമ്മെ കേൾപ്പിച്ച വചനത്തോടും സംസാരിച്ച ദേവദാസരോട് കൂടി വന്ന നമ്മ ഓരോരുത്തരോടും കൂടെ വിശേഷാൽ ഈ സ്നേഹപാനത്തോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.